നമസ്കാരം, എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴെ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കിഴിക്കത്തുണ്ട്. കിഴിയിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് നീ എടുത്തോ. തുറന്നു തന്നിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഇഷ്ടപ്പെട്ടു അല്ലേ? താങ്ക് യു. ഫസ്റ്റ് കിഴി. ഓക്കെ. തട്ടും വെള്ളാട്ടം. ഓ, സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ടൈറ്റിൽ അനൗൺസ്മെന്റ് കേട്ടോ പുറത്തു വന്നിട്ടുണ്ട്. സൗബിൻ സാറും ദീപക്കും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ. മൃദുൽ നായരാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ കാത്തിരിക്കാനുള്ള ഒരു സിനിമ കൂടിയായി. ഒരു തെയ്യം ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണെന്ന് തോന്നുന്നു. ഓക്കെ. അടുത്തത് സൂര്യ 45 RJ ബാലാജി സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. സൂര്യയാണ് നായകനായി വരുന്നത്. തൃഷ നായികയാവും. ഓക്കെ. സിനിമയുടെ ഷൂട്ട്, അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത് ഒരു സോങ് ആയിരുന്നു, അത് റാപ്പായിരുന്നു. ഒരു ഉത്സവമൊക്കെ ആണെന്ന് തോന്നുന്നു. അതെ, എന്തൊക്കെയോ ചില പരിപാടികളുണ്ട്. അടുത്തത് ചിരഞ്ജീവി നെക്സ്റ്റ് മൂവി. ഓക്കെ. സിനിമ അനിൽ രവിപ്പൊടി സംവിധാനം ചെയ്യും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ സിനിമയിലേക്ക് അതിഥി റാവു ഹൈദറി. വേണ്ട, അതിഥി റാവു ഹൈദറി. പിന്നെ പരിണിതി ചോപ്ര. എന്തൊരു ഭംഗിയുള്ള ചിരിയാണ്. പിന്നെ ഇവരൊന്നും അല്ലാതെ അഞ്ജലിനെയും നായികയാക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. ആദ്യം നിറക്ക് ഇവർക്കുണ്ട്, അതിഥി റാവു ഹൈദറിക്കും പരിണിതി ചോപ്രയ്ക്കും. അതിനുശേഷം അഞ്ജലിക്ക്. ഓക്കെ. അടുത്ത കീഴ് ഖലീഫ. വൈശാഖ് സാർ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഖലീഫ. പൃഥ്വിരാജാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. സിനിമയുടെ ഷൂട്ട് ഉടനടി തുടങ്ങുമെന്നുള്ള കുറേ റൂമർ ഉണ്ടായിരുന്നു. എന്തായാലും ആ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇവർ ഇതിൻ്റെ ലൊക്കേഷൻ ഹണ്ടിങ്ങുമായിട്ട് ലണ്ടനിൽ പോയിട്ടുണ്ട്. വൈശാഖ് സാറും പിന്നെ ഇതിൻ്റെ ടീമും മൊത്തം. എന്താണെങ്കിലും കുറേ സ്റ്റിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ബ്രഹ്മാണ്ഡ പരിപാടി ആയിരിക്കൂലേ? അത് പിടിക്കാനുള്ള സംഭവം തന്നെ, അല്ലെങ്കിൽ ലണ്ടനിൽ പോകേണ്ട ആവശ്യമില്ല. അതെ, അതിൻ്റെ സ്ക്രിപ്റ്റ് കൈകൊണ്ട് തൊടാൻ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അത് സത്യമുണ്ടോ? എന്താണെങ്കിലും അടുത്തത് ആലപ്പുഴ ജിംഖാന. സിനിമയുടെ പുതിയൊരു സ്റ്റീലിൽ വന്നിട്ടുണ്ട്. സിനിമ റിലീസിനെത്തുന്നത് പ്ലാൻ ചെയ്യുന്നത് ഏപ്രിൽ 10-നാണ്. ഖാലിദ് റഹ്മാനാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. പ്രധാന വേഷത്തിലെത്തുന്നത് നസ്ലാൻ, ഒരുപാട് പേരുണ്ടല്ലോ, ഗണപതി, അങ്ങനെ കുറേ പേരുണ്ട്. ഓക്കെ. ബേബി ജീനൊക്കെ ഉണ്ട് കേട്ടോ, അല്ലേ? അടുത്ത കിഴി കണ്ണപ്പ. വിഷ്ണു മഞ്ജു വിഷ്ണു മഞ്ജു പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. സിനിമയുടെ റിലീസ് ഡേറ്റ് ഏപ്രിൽ 25-നായിരുന്നു കേട്ടോ. അത് മാറ്റിയിട്ടുണ്ട്. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ VFX വർക്ക് കുറച്ചുകൂടെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഡേറ്റ് മാറ്റുന്നതെന്നുള്ളതാണ് വിഷ്ണു മഞ്ജു പറഞ്ഞിരിക്കുന്നത്. ചിലപ്പം വിമർശനങ്ങൾ ഏറ്റുവാങ്ങി അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം. റിലീസ് മാറിയാലും കുഴപ്പമില്ല, പക്ഷെ പടം ഗംഭീരമായിട്ട് ഇറക്കണം എന്നുള്ളൊരു ഇത് വന്നല്ലോ. പുറത്ത് വരുന്നതിന് മുൻപ് പണിയെല്ലാം തീർത്തോളണം. അത് നിങ്ങൾക്ക് ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അതാണ്. അതെ. അടുത്തത് ഗുഡ് ബാഡ് അഗ്ലി. ഓക്കെ. സിനിമയുടെ ഗോഡ് ബ്ലസ് യു എന്ന് പറയുന്ന സോങ് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. സെക്കൻഡ് സിംഗിൾ ആണ്. അനിരുദ്ധാണ് കേട്ടോ പാടിയിരിക്കുന്നത്. പറയാൻ മറന്നുപോയി. അത് എടുത്ത് പറയണല്ലോ. GVP ആണ് മ്യൂസിക്. ഓക്കെ. അടുത്ത കിഴി നീ വായിച്ചോ. എന്താടാ? എനിക്ക് വേണ്ടത് ഇന്ത്യൻ 3 സിനിമ. അതിന് കുഴപ്പമൊന്നുമില്ല. ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ഒരു തീരുമാനമാണ്, അതായത് തഗ് ലൈഫ് റിലീസിന് ശേഷം ഇത് റിലീസിന് ശ്രമിക്കും എന്ന് കേട്ടോ. ഓക്കെ. തുറന്നിങ്ങനെ തരാട്ടോ. ഓക്കെ. അടുത്തത് ബ്ലാക്ക് മെയിൽ സിനിമയുടെ ഒരു ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ GVP പ്രധാന വേഷത്തിലുള്ള സിനിമയാണ് കേട്ടോ. MV മാരനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മ്യൂസിക് സാം CSR. മെയിലാട്ടോ റിലീസ്. ഡേറ്റ് വന്നിട്ടില്ല. മെയ് റിലീസ്. ഓക്കെ. നമുക്കൊരു മെയ് റിലീസ് ഉണ്ടല്ലോ വലുത്, നരിവേട്ട കാത്തിരിക്കുന്നത്. അടുത്തത് അല്ലു അർജുൻ അറ്റ്ലി മൂവി. സൺ പിക്ചേഴ്സ് പ്രൊഡക്ഷൻസിന്റെ കീഴിൽ വരുന്ന സിനിമയാണ്. സിനിമയുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഏപ്രിൽ 8-ാം ഉണ്ടാവും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. അതായത് അല്ലു അർജുന്റെ ബർത്ത്ഡേന്റെ ദിവസം. അത് തകർത്ത് ഒഫീഷ്യലായിട്ട് അങ്ങ് വന്നാൽ
നമ്മളപ്പോ നമ്മുടെ അല്ലു അർജുൻ നമുക്ക് തിരിച്ചു കിട്ടും പിന്നെ അല്ലേ? ഉറപ്പായിട്ടും അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു സ്റ്റൈലിഷ് ലുക്കിലുള്ള ആളെ ഞങ്ങൾ ആഘോഷിക്കുന്ന ഒരു നടനാണ്. സത്യമായിട്ട് പറയാം, ഓപ്പണായിട്ട് പറയാം. പലരും തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട്. അത് പുഷ്പ 2 കേട്ടോ, പുഷ്പല്ല, പുഷ്പ 2-ലൂടെ ഞങ്ങൾ ഭയങ്കരമായിട്ട് വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ആ ലുക്കിൽ ആ രീതിയിൽ ചാപ്പറി പരിപാടി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ് ആര്യ 2 കൃഷ്ണ ഹീറോ ബണ്ണി ഹാപ്പി ഈ കണ്ട സിനിമകളൊക്കെ തിയേറ്ററിൽ പോയിട്ട് അത് റിലീസ് ദിവസം കണ്ടിട്ടുള്ള ആൾക്കാരാണ് നമ്മള്. ഒരിക്കലും തിയേറ്ററിൽ നിന്ന് അല്ലു അർജുന്റെ മൂവി വിടരുത് എന്നുള്ള കടുത്ത ഭാഷയുള്ള ഒരു പരിപാടിയാണ്. അങ്ങനെ പ്രാന്ത് പിടിച്ച് പോയിട്ടുള്ള കുറച്ച് നടന്മാരോ, അതായത് റിലീസിന് തന്നെ കാണണം. അല്ലു അർജുൻ ഉണ്ട്, ഹൃതിക് റോഷൻ ഉണ്ട്, ലാലേട്ടനുണ്ട്, മമ്മൂക്കയുണ്ട്, പിന്നെ അങ്ങനത്തെ കുറച്ച് ആൾക്കാർ കൂടെ ഉണ്ട്. അതൊരു വികാരമാണ്. അല്ലാണ്ട് അത് അവരെ ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നും അല്ല, അവര് ചെയ്തു വെച്ച ലാസ്റ്റ് സിനിമയുടെ അവസ്ഥ കൊണ്ടാണ് നമ്മൾ പറയുന്നുള്ളൂ. ജവാൻ പോലെ നാക്കൂലെന്ന് കരുതാം. അതെ, ജവാനിലെ എന്ന് പറഞ്ഞാൽ ഒരുപാടായിപ്പോയി എടുത്തത്. പക്ഷെ അതിന്റെ മേക്കിംഗ് ആണെങ്കിലോ ഹൈ ക്വാളിറ്റി മേക്കിംഗ് ആണ്. അല്ല, അറ്റ്ലി മൊത്തത്തില് കുറച്ച് എപ്പോഴും ചെയ്യുന്നതാണ്, പക്ഷെ അത് കുറച്ച് കൂടുതലായി പോയതാണ് ജവാന്റെ പ്രശ്നം. അത് പിന്നെ ആള് കണ്ടറിഞ്ഞ് തന്നെ ചെയ്തത്. കാരണം നോർത്ത് സൈഡിലേക്കൊന്നും ഈ സൗത്ത് ഇന്ത്യൻ സ്റ്റൈല് പിടിച്ചിട്ടില്ല. അത് ശരിക്കും അങ്ങ് യൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ഗുണം ഉണ്ടായല്ലോ സിനിമയ്ക്ക്, നന്നായല്ലോ. ഓക്കെ, അടുത്ത കിഴി ഞെട്ടിക്കാനുള്ള സാധനം തരാം. ഇപ്പോഴും നമ്മളെ ഞെട്ടിച്ചോണ്ടിരിക്കുകയാണല്ലോ. അടുത്ത കിഴി എമ്പുരാൻ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. ഈ സിനിമയുടെ മേക്കിങ്ങില്ലേ, അത് പ്രത്യേക ഒരു ഡോക്യുമെൻ്ററി ആയിട്ട് പുറത്തിറക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. പൃഥ്വിരാജിന് ഇതിന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടത്. പക്ഷെ ആ ഇൻട്രസ്റ്റ് ഇന്നത്തോടെ തീർന്നിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലത്തോടെ അത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുകയുന്ന പ്രശ്നങ്ങൾ അമ്മാരിയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാധനം മേക്ക് ചെയ്ത് കാണിക്കുവോ, അല്ലെങ്കിൽ അതിന്റെ ഡോക്യുമെന്ററി ഉണ്ടാവുമോ? വിഷയമല്ല, അതാണ് ഡോക്യുമെന്ററി ആകുമ്പോ പിന്നെ വിഷയമല്ലല്ലോ. സിനിമയാക്കി തിയേറ്ററിൽ ഇറക്കുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. സത്യമാണ്. എല്ലാം എന്തായാലും ചെയ്തു വെച്ചത് എന്തായാലും മുരളി ഗോപിയും പൃഥ്വിരാജും പുറത്ത് വിടാതിരിക്കും തോന്നുന്നില്ല. അതിൽ നിന്ന് കട്ട് ചെയ്താൽ വേറെ രീതിയിൽ പുറത്തിറക്കുന്നത്. അതത്രേ ഉള്ളൂ. ഹരിഹര വീരമല്ലു സിനിമയുടെ ബോബി ഡിയോളുടെ ഒരു പോസ്റ്റർ, അതായത് ന്യൂസ് സ്റ്റീലിൽ പുറത്തു വന്നിട്ടുണ്ട്, കാണാം. പോസ്റ്റർ അല്ലേ, തെറ്റുപറ്റിപ്പോയതാണ്. പവൻ കല്യാൺ നായകനാവുന്ന സിനിമയാണ്. മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവിയിൽ ഒരു മൂവിയാണ്. ഓക്കെ, അടുത്ത കിഴി പെഡ്ഡി. ബുച്ചി ബാബു സന സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. രാംചരനാണ് നായകനായി വരുന്നത്. ജാൻവി കപൂറാണ് നായകൻ. ജാൻവി കപൂറും പിന്നെ ആരാളുള്ളത്? തൃഷയുണ്ട് അല്ലേ? തൃഷല്ലേ? ജാൻവി കപൂർ എന്തായാലും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഓക്കെ, സിനിമയുടെ ഒരു ഗ്ലിംസ് വീഡിയോ വരും എന്നുള്ളത് ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നറിയോ? ഉഗടിക്ക് ഇന്നലെ 30-ാം തീയതിയാണ് ഉഗടി, മാർച്ച് 30. അപ്പൊ ഇതൊന്നും നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ലല്ലേ? വന്നിട്ടില്ലല്ലോ, അപ്പൊ പറയാം. വന്നിട്ടില്ല, അത് വരുമെന്ന് കരുതിണ്ടായിരുന്നു. വരൂലെന്ന് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ അടുത്ത ദിവസം കഴിഞ്ഞല്ലോ. അതായത് വന്നിട്ടില്ല, മാത്രമല്ല ഇത് വരുന്നത് എന്നാന്നുള്ളത് ഇനി പറയാം. സാധ്യത ഇവർ പ്ലാൻ ചെയ്യുന്നത് രാമനവമിക്കായിരിക്കും എന്നുള്ളത് കേൾക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, തൃശ എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പെട്ടെന്ന് മനസ്സിങ്ങനെ ആലോചിച്ചു, അല്ലല്ലേ അവള് പറഞ്ഞില്ലല്ലോ, പെട്ടെന്ന് ഉള്ളിലോട്ട് പോയത് അങ്ങനെ. ഇത് ഞാൻ ഉദ്ദേശിച്ച തൃശ അതറിയോ? ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആ തൃശല്ലേ? ആ ലിയോയിലൊക്കെ അഭിനയിച്ച ആ തൃശന്റെ കാര്യം തന്നെ ഞാനും ഉദ്ദേശിച്ചത്. നീയും അതേ തൃശന്റെ കാര്യം തീർച്ചയായിട്ടും നിന്നെ വിളിക്കുന്ന തൃശ. പിന്നെ നിനക്ക് എന്താണ് സംശയമുള്ള പോലെ ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ എനിക്ക് കാണിച്ചു തന്നല്ലേ. അത് ഇവിടെ ഇറങ്ങി തിരിഞ്ഞെടുക്കുന്ന മറ്റേ ആളുടെ പ്രൊഫൈൽ പിക്ക് വെറുതെ എടുത്തിട്ടായിരിക്കും വിചാരിച്ചു. എത്ര പേരിടുന്നുണ്ട്, എത്ര പെൺകുട്ടികൾ ഇടുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് തൃശ എന്നുള്ള പേര് കൂടി ആകുമ്പോഴേ തൃശയൊക്കെ നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാണല്ലോ ഭയങ്കരമാണ്. എന്താണെങ്കിലും അടുത്ത കിഴി മാർക്കോ സിനിമയുടെ 100 ദിവസത്തെ പോസ്റ്റർ, 100 days കേട്ടോ. ശരിക്കും ഇതൊക്കെയാണ് ശരിക്കും മാർക്ക് എന്ന് പറഞ്ഞാൽ ബെഞ്ച് മാർക്ക്. അതൊരു സത്യമാണ്. പക്ഷെ അതിന്റെ കൂടെ തന്നെ പല നെഗറ്റീവുകളും വരുന്നതുകൊണ്ടാണ് പ്രശ്നം. നെഗറ്റീവുണ്ട്, പക്ഷെ എന്നാലും നമുക്കിപ്പോൾ അവിടെ ഈ നടനെ കുറിച്ച് അറിയണ്ട. അതെ, ഒരാൾക്ക് ഇപ്പോൾ പുറത്ത് കൊടുക്കുന്നു ഒരു നടന്, അല്ല ഒരു ആൾക്കും ഇത് കാണുന്ന ആൾക്ക് ഇത് ഉണ്ണിമുതനാണെന്നോ ഉണ്ണിമുതനോടൊരു പ്രത്യേക ഇഷ്ടമോ ഒന്നുമില്ല. പക്ഷെ ആ സിനിമ കാണുമ്പോൾ ഏതോടെ ഈ മുതല് തോന്നിപ്പോവും. മനസ്സിലായി? അപ്പോൾ ആ ഒരു ഫാനിസം ഉള്ളിൽ കയറിയിട്ടല്ല നമ്മൾ ആ കഥാപാത്രമോ അല്ലെങ്കിൽ ആ സിനിമയെ ഏറ്റെടുക്കുന്നത്. അതുപോലത്തെ ബെഞ്ച് മാർക്ക് പരിപാടികൾ വരണം. എന്തായാലും വരുമായിരിക്കും. എന്താണെങ്കിലും കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. അപ്പം എന്തായാലും പോയിട്ട് ബിരിയാണി തട്ടിക്കോ. ഇവനൊന്നും മറക്കൂല.
ഞാന് ആശംസ കൊടുത്തില്ല, അതിന് മുൻപ് ഇവൻ പറഞ്ഞു എന്താ കാര്യം, അവന്റെ ഉള്ളിൽ ഇതുണ്ട്. എനിക്കിത് തീർന്നിട്ട് വേണം പോയിട്ട് കഴിക്കാൻ. നല്ല ബിരിയാണി, ചിക്കൻ ബിരിയാണി, ബീഫുണ്ട്. ബീഫില്ലാത്ത ബിരിയാണി നമ്മുടെ പെരുന്നാൾ നടന്നിക്കണോ? അപ്പം ഈ വേർപ്പൊന്നും ഒരു വേർപ്പായിരിക്കൂല. ഒരു വീഡിയോ കൂടി ഇട്ടാ കാണാം വേർത്ത് ഒഴുകുന്നത്. എന്തായാലും പോട്ടെ.